വന്നിരിക്കാണ്. ഞാൻ എവിടൊക്കെ നോക്കി. അവിടെ നോക്കിട്ട് എന്താ ഞാൻ വന്നിരിക്കണോടത്ത് നോക്കണ്ടേ? നിങ്ങൾ ഇവിടെ വന്ന് ഒളിച്ചിരിക്കണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങള് വേഗം കുളിച്ച് റെഡിയാവ്. ബിരിയാണി ഒക്കെ ഇപ്പൊ റെഡിയാവൂ. എന്താ കുളിക്കാണ്ട് ബിരിയാണി തിന്നാൻ പറ്റൂലേ? നല്ല തമാശ. പക്ഷേങ്കില് നിങ്ങൾ ഇത് കബീർക്ക് വരുമ്പോ പറയണ്ടോ? എന്താ കബീറിന് ഈ ജാതി തമാശ ഒന്നും ഇഷ്ടല്ലേ? അല്ല, തമാശക്ക് ഇഷ്ടാണ്. പക്ഷെ ഈ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ മൂപ്പര് പൊയ്ക്കാളോ. ആക്ക് ഇത്ര സ്റ്റാൻഡേർഡ് തന്നെ ഉള്ളു. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള തമാശക്കല്ലേ വരുള്ളൂ. ഈ ഇപ്പൊ എന്റെ സ്റ്റാൻഡേർഡ് ആൾക്കാർ കണ്ടാട്ടോ. എന്റെ കബീറിന്റെ സ്റ്റാൻഡേർഡൊക്കെ അറിയാം. അവൻ ജയിലിൽ എടുക്കല്ലേ? ഇല്ല സ്റ്റാൻഡേർഡ് പറഞ്ഞത് ഇജ്ജ് വർത്താനം പറയാണ്ട് വെറുതെ മനുഷ്യ നടക്കാനാക്കണേ. എന്തെങ്കിലും പണി ചെയ്തോണ്ടിരിക്കണം എന്നെ വിളിച്ചു വരുത്തിട്ട് ആളെ കളിയാക്കിട്ട് പിന്നെ അതൊന്നും പറയാ. നിങ്ങൾ എന്തിനാണ് ഈ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടണത് നിങ്ങൾ എന്തിനാണ് ദേഷ്യപ്പെടണേന്ന്? എന്താ ദേഷ്യപ്പെടാണ്ട് പിന്നെ എന്താ പിന്നെ ചെയ്യണ്ടത്? ദേഷ്യപ്പെടണത് മട്ടും പാവൊക്കെ കണ്ടാ തോന്നുന്നു മൂപ്പര് എന്തോ കടം വാങ്ങാൻ വേണ്ടി വരികയാണെന്ന്. ഈ വെറുതെ വർത്താനക്കാണ് പോവാൻ നോക്കുക. ഞാൻ അങ്ങോട്ട് പോവാൻ? ഇതെന്റെ വാപ്പ തന്ന മുതലാണ്. ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. അന്നേക്ക് ഇവിടെ കൊയ്യുത്തി ഇവിടെ കുത്തിട്ടാണ് എന്റെ വാപ്പ വന്ന പോയില്. മനുഷ്യന് എന്താണ് നട്ടപ്രാന്ത്? ഒരു അതിഥി വരുന്നുണ്ട്, വിരുന്നാരം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ബാക്കിയുള്ളവർ വിചാരിച്ച് ഒരു കുഞ്ഞുകാലുണ്ടാവാൻ പോവാന്ന്. സംഗതി കുട്ടികളെ വളർത്തിണ്ടാക്കാൻ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. നല്ലൊരു കുട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആൾക്കാരൊരു സന്തോഷം ഉണ്ടാവൂലേ? നിങ്ങൾ അങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാ? എന്റെ അല്ലെങ്കിൽ തന്നെ ആദ്യത്തെ പെറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ തടി വെച്ച് വീർത്ത് ഒരു തള്ളാര മട്ട അയക്കണെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. കുട്ടികളാവുമ്പോ പിന്നെ തല്ലാവൂലടി വെച്ചാലേ. ഇത് അങ്ങനത്തെ തള്ളയില്ല. നിങ്ങൾ ഇങ്ങനെ ദേഷ്യം പിടിക്കണം എന്തിനാണ്? എന്തൊരു മണോ? എന്താണ് ഒരു മണോ? എന്ത് വേണോ? ഉണ്ട്. ആ വാസുട്ടിനോർന്നോ? ഇല്ലല്ല, എന്തോ ഒരു കരിഞ്ഞ മണുണ്ട്. ബിരിയാണി ബിരിയാണി കരിയും ബിരിയാണി ബാക്കിയുള്ളവരുടെ ഉള്ള സമയമൊക്കെ കാണും. എന്ത് കാര്യമായിട്ടും ഇതിപ്പോ ഇങ്ങനെ കൊണ്ടുവരുന്നായിരുന്നാണോ? ബിരിയാണി മുഴുവൻ കരിഞ്ഞു പോയി. അത് ശരി, കഥ കേൾക്കാന്റെ ബിരിയാണി നോക്കാറുന്നില്ലേ? ഞാൻ മര്യാദക്ക് നിങ്ങളെ വിളിക്കാൻ വന്നല്ലേ. നിങ്ങളല്ലേ ഒന്നും രണ്ടും പറഞ്ഞ് ഇന്നെ അവിടെ പിടിച്ചെത്തിയത്. വാസുട്ടിന്റെ കുട്ടിക്ക് ഒത്തിരി ബിരിയാണി കൊടുക്കാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അപ്പൊ കരിഞ്ഞ തന്നെ പോകുന്നത്. കബീർക്ക് വരുമ്പോ എന്ത് കൊടുക്കൂ? കബീർക്ക് വരുമ്പോ അല്ല കഞ്ഞിയും പയറും കൊടുക്കും. കഞ്ഞിയും പയറാ? മൂപ്പര് ജയിലിൽ കിടന്നായിരുന്നല്ലേ? എന്താ പാത്രത്തില് സാധനങ്ങളൊക്കെ? അല്ല, റസിയൊക്കെ ഒരു വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴ് ഞാൻ വാസൂട്ടിയെ വിട്ടൊരു നാടൻ കോഴിയെ വാങ്ങിച്ചു. അത് കറി വെച്ചോണ്ട് വന്നതാ. അയ്യോ കുഴപ്പമില്ല റസിയ, ഇത് നാടനല്ലേ, മറ്റേതാണ് പ്രശ്നം. അല്ല ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അമ്മ. എന്തിനൊക്കെ അല്ല, റസിയൊക്കെ ഒരു വിശേഷം ഉണ്ടാവുന്ന അറിയുമ്പോ ഞങ്ങളല്ലാതെ പിന്നെ വേറെ ആരാ വാങ്ങിച്ചോണ്ട് വരുന്നത്? എന്നാ പിടിക്ക്. ഇവിടെ എന്തോന്നാ ഒരു കരിഞ്ഞ നാറ്റം വരുന്നത്? അത് ഓളിത്തിരി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാണ്. ഇവിടെ ഒരു ആങ്ങള വരുന്നുണ്ട് കബീർ. ആ മൂപ്പർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. പിന്നോട് ഒന്നും രണ്ടും പറഞ്ഞു അത് കരിഞ്ഞ്. കരിഞ്ഞോയാ? അതിന് വിഷമിക്കണ്ട, വീട്ടിൽ വേറെ ഇരിപ്പുണ്ട്, അത് എടുത്തോണ്ട് വരാം. എന്ത്? അല്ല, ചിക്കൻ കറി ഇനി ഇരിപ്പുണ്ട്. എന്താ അമ്മക്ക് അത് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടേ? കുട്ടികൾക്ക് ഇനിയും കഴിക്കാമല്ലോ. നമ്മുടെ വീട്ടിൽ ഒരാള് വരുമ്പോ അവരുടെ സന്തോഷം അല്ലേ നമ്മുടെ സന്തോഷം. അറിയില്ലേ സ്കൂട്ടറിലൊന്നുമില്ല, കാറിലാ വരും. വായോ വായോ. എല്ലാരും ഉണ്ടല്ലോ. അതെ, ഞാൻ ഈ വിശേഷം വീട്ടിൽ ചെന്ന് ഇവളോട് പറഞ്ഞപ്പോ അപ്പൊ തന്നെ റസിയനെ കാണുന്നു. അങ്ങനെയാണ് പോകുന്നത്. എന്താ പുതിയൊക്കെ ആയിട്ട്? ഇത് കുറച്ച് മാങ്ങയാ വീട്ടിലുണ്ടായത്. പിന്നെ ഇത് മസാല നല്ല പച്ചമാങ്ങയാണ്. സന്തോഷം ഇട്ടിരിക്കാലോ. ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ അങ്ങാടും ഇങ്ങാടൊക്കെ ചെയ്യേണ്ട കാര്യമല്ലേ? അതല്ല സംഭവം. സംഗതി ഇപ്പൊ ഞാനിപ്പോ ഇത് എങ്ങനെ ഇപ്പൊ ഇങ്ങനെ പറയണ്ടത്? വൈകിയ കൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല. അതല്ല ഇതിപ്പേ
സംഭവം ഇല്ല. ഓളുടെ വിശേഷേ ഏ വിശേഷമില്ല. എന്തീ പറയണ? വിശേഷം ഇല്ലെന്നാ? നീ അല്ലേടാ പറഞ്ഞത് വിശേഷം ഉണ്ടെന്ന്? ഇതൊക്കെയാണോ തമാശയായിട്ട് പറയുന്ന കാര്യങ്ങള്? അല്ലമ്മേ, ഞാന് പറയണ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇപ്പല്ല.